തിയോളജി ഓഫ് ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന നമ്മുടെ പഠന പരമ്പരയുടെ പുതിയൊരു അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. കോൺട്രാസെപ്ഷൻ എന്നത് വളരെ നോർമലൈസ്ഡ് ആക്കിയ ഒരു കാലഘട്ടത്തെയും അത് നോർമലൈസ്ഡ് ആക്കിയ മാർഗരറ്റ് സാംഗർ എന്ന വ്യക്തിയെയുമാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. എന്നാൽ നമ്മൾ അവസാനിപ്പിച്ചത് വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പയുടെ ഹ്യൂമാനെ വിതെ എന്ന ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം പ്രവചിച്ച കുറച്ച് വിപത്തുകളോടുകൂടിയാണ്. എന്നാൽ നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. 4 വിപത്തുകളായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിൽ 2 എണ്ണമാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. ഇന്ന് നാം അതിൻ്റെ 3ഉം 4ഉം വിപത്തുകളെ മനസ്സിലാക്കുന്നതോടൊപ്പം എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ കോൺട്രാസെപ്റ്റീവ്സ് നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്, അതിലും ഒരു വ്യക്തത നാം കണ്ടെത്തും. അല്ലേ സർ, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? നമ്മൾ 1ഉം 2ഉം മാത്രമാണ്. തീർച്ചയായിട്ടും അത് ശരിക്കും ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ 4 പ്രോഫസികളാണ് വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പ നമുക്ക് ആ ദിവസങ്ങളിൽ നൽകിയത് 1968. അതെ, കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് ആ വർഷം ഭയങ്കര നോട്ടബിൾ ആയിട്ട് തോന്നി. 1968 അദ്ദേഹം പ്രവചിച്ച പല കാര്യങ്ങളും ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ പിന്നെ ഹ്യൂമാനെ വിത്തയുടെ അതിന് വലിയൊരു ചരിത്ര പ്രാധാന്യമുള്ളത് സഭയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും അതിന് ധാരാളം ഒപ്പോസിഷൻസ് വന്നു. അതുകൊണ്ട് അത് കൂടുതൽ ആളുകളിലേക്ക് ഈ ഹ്യൂമാനെ വിത്തെ ആ കാലഘട്ടങ്ങളിൽ എത്താനായിട്ട് വളരെ സമയമെടുത്തു, സാധാരണ ആളുകളിലേക്ക്. അപ്പോൾ അതും അതിൻ്റെ ഒരു വലിയ നമുക്ക് പറയുന്ന ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രധാനമായിട്ട് 2 പ്രോഫസികളെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ കോൺട്രാസെപ്ഷൻ നമ്മൾ സർവ്വസാധാരണമായിട്ട് ആളുകൾ ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് വരും തലമുറയിലും വരും കാലങ്ങളിലും, അതാണ് നമ്മൾ ഈ പ്രോഫസി എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തേത് നമ്മൾ പറഞ്ഞു അവിശ്വസ്തതയും ധാർമ്മിക അധപ്പതനവും സമൂഹത്തിൽ നടക്കും. കുടുംബങ്ങളിലും സമൂഹങ്ങളിലും അവിശ്വസ്തതയും ധാർമ്മിക അധപ്പതനവും. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്നത് ഏത് ഐഡിയോളജിയിലാണേലും നമ്മൾ കാണുന്നത് ഇതാണ്. ഒരു റിലേറ്റീവ്സം അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ട്രൂത്ത് അല്ലെങ്കിൽ കോൺഷ്യൻസിന് അനുസൃതമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തെ പലരും അത് നിരാകരിച്ചുകൊണ്ട് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് അവരുടെ ആക്ഷനെ അവർ ജസ്റ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്നു. സർ, എനിക്ക് തോന്നുന്നു ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ദാമ്പത്യ ജീവിതത്തിലെ അവിശ്വസ്തത വളരും തോറുമാണ് ഈ ഡിവോഴ്സ് കേസസ് ഒക്കെ കൂടി വരുന്നത്, അല്ലേ? അത് മാത്രമല്ല, കുടുംബം തകരുന്നത് അങ്ങനെയാണ്. ദ ഫാമിലി ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ അടുത്ത ജനറേഷനെ കൂടെ അതൊരുപാട് ബാധിക്കുന്നുണ്ട്. മാതാപിതാക്കൾ ഏത് രീതിയിലാണ് അവരുടെ ജീവിതം ഒരു കുടുംബത്തിൽ കൊണ്ടുപോകുന്നത്, അതനുസരിച്ചിട്ടാണ് അടുത്ത കുഞ്ഞുങ്ങൾ അതാ കണ്ടു വളരുന്നത്. അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എപ്പോഴും ഇമ്മൊറാലിറ്റി, ഒരു കാര്യം നമ്മൾ ഹൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് കള്ളങ്ങൾ ചെയ്യേണ്ടതായിട്ട്, ഒരുപാട് തെറ്റായിട്ടുള്ള വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ദാമ്പത്യ അവിശ്വസ്തതയും അതുപോലെ തന്നെ മറ്റുള്ള ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് മറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരു തെറ്റ് മറ്റ് തെറ്റുകളിലേക്ക് നമ്മളെ നയിക്കുക. അതുകൊണ്ട് തന്നെ സാർ, പുതിയ തലമുറ വളരെയധികം വഴിതെറ്റി പോകുന്നുണ്ട് എന്നുള്ളൊരു രീതിയിലോട്ടും കൂടെ എത്തുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. കാരണം പുതിയ തലമുറ ഇത് കണ്ടുകൊണ്ടാണല്ലോ അവർ വളരുന്നത്. കാരണം ഈ സെക്യുലർ കൾച്ചർ, ഈ ജെൻഡർ ഐഡിയോളജിയും അല്ലെങ്കിൽ ഈ സെക്ഷൽ ഫ്രീഡം എന്നൊക്കെ പറഞ്ഞ് ഫ്രീഡത്തിൻ്റെ പേരിലാണല്ലോ നമ്മൾ പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നത്. അപ്പം മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ അങ്ങനെ ഒരുപാട് വളരുമ്പോൾ ഫ്രീഡം എന്നുള്ളൊരു കാര്യത്തെ എല്ലാ കാര്യത്തിൽ നിന്നും ഒരു ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മാരേജ് ലൈഫിൽ ഇഷ്ടമില്ലേ, നിങ്ങൾ ഡിവോഴ്സ് ചെയ്തോളൂ, യു ക്യാൻ ഗെറ്റ് യുവർ ഫ്രീഡം എന്ന് പറയുന്ന പോലെയാ. ഓക്കെ, ഇത് ഒരുപാട് നമുക്ക് ഡിസ്കസ് ചെയ്താൽ ഇവിടെ എങ്ങും നിൽക്കില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത പോയിന്റ് വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പ പറഞ്ഞത് സ്ത്രീകളോടുള്ള ആദരവ് കുറയും. സ്ത്രീകളെ വെറും ഒരു ഉപഭോഗ വസ്തുവായി മാറും. അപ്പോൾ യൂട്ടിലിറ്റേറിയൻ ആറ്റിറ്റ്യൂഡിൽ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്കിന്ന് കാണാൻ പറ്റുന്നുണ്ട്.
സ്ത്രീകളെ യൂസ് ആൻഡ് ത്രോ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളെ ഒരു വസ്തുവായിട്ട്, ഒരു വ്യക്തിയായിട്ട് കാണാതെ ഒരു വസ്തുവായിട്ട്, അതിവൻ വിവാഹ ജീവിതത്തിൽ പോലും ഇത് വളരെയേറെ സംഭവിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു പ്രവചനം അദ്ദേഹം പറഞ്ഞ ഇതാണ്: അധികാര ദുർവിനിയോഗമുണ്ടാകും. അധികാര ദുർവിനിയോഗം, അതായത് സിവിൽ ലോസ്, ഇതിനെ അനുകൂലിച്ചുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിലൊക്കെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അവർക്ക്. ഇപ്പം പല രാജ്യങ്ങളുടെയും ചരിത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ, ചൈന ഒക്കെ, അവർക്ക് ഇത്ര കുഞ്ഞുങ്ങളെ ആകാവൂ എന്ന് നിയമം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളിലും. അതുപോലെ പല രാജ്യങ്ങളും അതുപോലെയുള്ള അധികാരം ഉപയോഗിച്ച് ഇത് നിർബന്ധിതമായിട്ട് ഇത് മനുഷ്യരിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള സാധ്യതകൾ. അതിന്റെ ഒരു ഭാഗമായിരിക്കില്ലേ സാർ നാം ഒന്ന് നമുക്കൊന്ന് എന്ന് പറയുന്ന ആ ഒരു? തീർച്ചയായിട്ടും. നമ്മളെ കുടുംബാസൂത്രണത്തിൻ്റെ പേരിൽ 1960-കൾ 70-കളിലൊക്കെ, പ്രത്യേകിച്ച് 1970-കളിൽ വളരെയധികം പ്രചാരത്തിലിരുന്നതും അതിങ്ങനെ ഇന്ത്യയിൽ എന്തായിരുന്നു, പിന്നീടത് നാം ഒന്ന് നമുക്കൊന്നായി, നാം രണ്ട് നമുക്ക് രണ്ട്, അതിനുശേഷം പിന്നെ പറഞ്ഞു നാം രണ്ട് നമുക്കൊന്ന്, അത് കഴിഞ്ഞ് പറഞ്ഞു നാം രണ്ട് നമുക്കൊന്നും വേണ്ട. ഈ ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ വന്നുകൊണ്ട് ഇരിക്കുന്നത് ഇപ്പം. അപ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പം രാജ്യങ്ങൾ സിവിൽ ലോസ് ഉപയോഗിച്ച് ഇപ്പം അബോർഷനെ ലീഗലൈസ് ചെയ്ത് എത്രയോ രാജ്യങ്ങളുണ്ട്. ഇന്ത്യ തന്നെ അബോർഷൻ ലീഗലൈസ് ചെയ്തിട്ട് എത്രയോ വർഷങ്ങളായി. അമേരിക്ക, അതുപോലെ തന്നെ പല രാജ്യങ്ങളും ലീഗലൈസ് ചെയ്തു. അപ്പം അമേരിക്കയിൽ ഇപ്പോൾ അത് ഒരു ഫെഡറൽ നിയമമായിട്ട് അത് അവരെടുത്തു മാറ്റി. അത് ചരിത്രത്തിലെ വലിയ ഒരു ദൈവാനുഗ്രഹമാണ് ദൈവം നമുക്ക് തന്നത്. അമേരിക്കയെ പോലുള്ളൊരു രാജ്യം അവരുടെ രാജ്യത്ത് മൊത്തമായിട്ട് അതൊരു ഫെഡറൽ ലോയിൽ നിന്ന് അവരെടുത്ത് കളഞ്ഞു. അതൊരു അബോർഷൻ ലീഗലായിട്ട്. പക്ഷേ സ്റ്റേറ്റുകൾക്ക് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ചില സ്റ്റേറ്റുകൾ അതിനെ അനുകൂലിച്ച് അത് ചെയ്യുന്നു. പക്ഷേ എന്നാലും വളരെ മാറ്റങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ അബോർഷൻ്റെ കാര്യത്തിൽ. പിന്നെ അടുത്ത ഒരു പോയിൻ്റ് വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പ പറഞ്ഞത്, നമുക്ക് ഒരു അൺലിമിറ്റഡ് ഡൊമീനിയൻ നമ്മുടെ ശരീരത്ത് തന്നെ നമുക്ക് ഉണ്ടാകും. അൺലിമിറ്റഡ് ഡൊമീനിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തെ ഏത് രീതിയിൽ വേണേലും കൺട്രോൾ ചെയ്യാനും മാറ്റിമറിക്കാനും സാധിക്കും. സയൻസ് തന്നെ ഉപയോഗിച്ചും സയൻസ് ഉപയോഗിക്കാതെയും നമ്മുടെ ശരീരത്തെ എങ്ങനെ വേണേലും നമുക്ക് മോഡിഫൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യക്ഷ ഫലമാണ് നമ്മൾ ജെൻഡർ ഐഡിയോളജിയിൽ കാണുന്നത്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പം ആണാണെന്ന് തോന്നും, ഉച്ചയ്ക്ക് ഞാൻ പെണ്ണാണെന്ന് തോന്നും, ചിലപ്പോൾ ഒന്നുമല്ല എന്ന് തോന്നും, ചിലപ്പോൾ ഞാൻ പലതുമാണെന്ന് തോന്നും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ കൺട്രോളിങ്ങും ക്രിയേറ്റിംഗ് പവറും നമ്മൾ അങ്ങ് സ്വന്തം ഏറ്റെടുക്കുക. നമുക്ക് നമ്മുടെ ബോഡിയിൽ ഒരു അതിരില്ലാത്ത അധികാരം നമുക്ക് ലഭിക്കുക. അത് പല സയൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്കറിയാം ധാരാളം ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പിന്നെ റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, ആർട്ടിഫിഷ്യൽ റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് തന്നെ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞ പാർട്ട് 1 ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ IVF അല്ലെ, അതുപോലെയുള്ള കുറേ, ഇപ്പം ടെസ്റ്റ് ട്യൂബ് ചൈൽഡ് എന്നൊക്കെ പറഞ്ഞാൽ സർഗസി മാത്രമല്ല, ഇപ്പം ലേറ്റസ്റ്റ് റിസർച്ച് അവർക്ക് എങ്ങനെ ജീൻസ് മോഡിഫൈ ചെയ്യാം പെർഫെക്റ്റ് ആയി. സാറത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സിനിമയാണ് ഓർമ്മ വരുന്നത്. ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, സൂപ്പർ സ്റ്റാറുകളുടെ ഒക്കെ ജീൻ എടുത്തിട്ട് അതിൽ നിന്ന് കുട്ടികളെ ഉണ്ടാക്കാന്നുള്ളത്. അത് തീർച്ചയായിട്ടും അത് പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള, അപ്പം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടാണ്. അപ്പം ലോകത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവം നമ്മളുടെ ഇതിൻ്റെ എല്ലാം സ്രഷ്ടാവാണ്. ക്രിയേറ്ററായിട്ട് ദൈവത്തെ അംഗീകരിക്കാൻ ഇപ്പം നമുക്ക് സാധിക്കാതെ പോകും. അപ്പം നമ്മളാണ് നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ പിന്നെ ദൈവം തന്നിരിക്കുന്ന ആ ജനറേറ്റിംഗ് പവർ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കൺട്രോളിങ്, അതിൻ്റെയൊക്കെ മെയിൻ ആൾ നമ്മളാണ് എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ അങ്ങ് വന്നു കഴിഞ്ഞു.
അല്ല, ഒരുപക്ഷെ മനുഷ്യന് വേണ്ടതിനെ മനുഷ്യന് തന്നെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും എന്നൊരു അത് തീർച്ചയായിട്ടും അത് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സയൻസ് ഒരിക്കലും വിശ്വാസത്തിന് ഫെയ്ത്തിന് എതിരല്ല. സയൻസ് നമുക്ക് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കപ്പെട്ട കുറേ സത്യമാണ്. ഈ മെറ്റീരിയൽ വേൾഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ, അതിൻ്റെ അർത്ഥം എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു എന്നല്ല, ഇനിയും കണ്ടുപിടിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനെയെല്ലാം നമ്മൾ മൊത്തമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഇതിനെല്ലാം കാരണക്കാരനായ ഒരു ഗ്രേറ്റ് ആർക്കിടെക്റ്റ്, ഒരു ദൈവം. അപ്പോൾ അതുകൊണ്ടാണ് അത് ദൈവത്തിൻ്റെ ദാനമാണ്. സയൻസും അല്ലെങ്കിൽ പിന്നെ വൈദ്യം അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ദൈവം തന്നിരിക്കുന്ന ആ വലിയ കൃപയുടെ ഒരു അംശമാണ്. പക്ഷെ അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്തുകൊണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ റോള് നമ്മൾ എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ കോൺട്രാസെപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ജനങ്ങളെ നിയന്ത്രിക്കുമ്പോൾ. ചൂഷണമാണല്ലേ, ദൈവത്തിന്റെ ദാനത്തെ നമ്മൾ ചൂഷണം ചെയ്യുന്നു, ദൈവത്തെ നിരസിക്കുന്നത്. അതൊരു റിജക്ഷൻ ഓഫ് ഗോഡ് എന്ന് നമുക്ക് പറയാം. ഇതൊരു എത്തീസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ്, ഒരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും എല്ലാ സഭാപിതാക്കന്മാരും, ഇപ്പം പോളാറാമൻ മാർപ്പാപ്പ ഈ ഹ്യൂമാനോവിത്തേലി 4 പ്രോഫസി പറഞ്ഞു. അതിന്ന് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ഒരു 10 വർഷം കഴിഞ്ഞ് നമ്മുടെ തിയോളജി ഓഫ് ദ ബോഡി വന്നു, ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം. അത് വന്നപ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞു, പോളാറാമൻ മാർപ്പാപ്പ ഹ്യൂമാനോവിത്തെ നിങ്ങൾക്കറിയാവുന്ന ഒരു ചെറിയ എൻസൈക്ലിക്കലാണ്, വളരെ ചെറിയ എൻസൈക്ലിക്കലാണ്, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഇതിനെ ഞാൻ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് തിയോളജി ഓഫ് ദ ബോഡിയിൽ ഒരു സെക്ഷൻ തന്നെ നമുക്കുണ്ട്, ഈ ഹ്യൂമാനോവിത്തയുടെ എക്സ്റ്റൻഷൻ എന്നും പറഞ്ഞിട്ട്. അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് ഹ്യൂമാനോവിത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ പറയുന്ന ഇതാണ്, ഈ ദാമ്പത്യ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ലൈംഗിക ബന്ധം. ആ സത്യത്തെ ഇത് നിഷേധിക്കുകയാണ് കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊരു എ കൈൻഡ് ഓഫ് ആൻറ്റി ആക്ട് ലവ് എന്ന് നമുക്ക് പറയാം. ആൻറ്റി ആക്ട് ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിവാഹത്തെക്കുറിച്ച് അതിൻ്റെ പെർപ്പസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ 2 എലിമെൻ്റാണ് സഭ പഠിപ്പിക്കുന്നത്, യൂണിറ്റീവ് ആൻഡ് പ്രൊക്രിയേറ്റീവ്. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് സഭ പറയുന്നുണ്ട്. ഇതിനെ രണ്ടിനെയും വേർതിരിച്ചുകൊണ്ട് ഒരു സെക്ഷൽ ആക്ട് ഭാര്യ ഭർത്താക്കന്മാർ നടത്തിയാലും അത് ഇമ്മോറലാണ്. കാരണം അതെന്താണ്, ഈ സെക്ഷൽ യൂണിയൻ്റെ പെർപ്പസ് തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞു. അതായത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരംശം നമുക്ക് നൽകിക്കൊണ്ട് ആണും പെണ്ണുമായി അവർ വിവാഹത്തിലൂടെ അവർ ഒരുമിച്ച് വന്ന് ആ ദൈവസ്നേഹം പങ്കിടുന്നതാണിത്. അതിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് ഇവിടെ നടക്കുന്നത് വിവാഹത്തിലൂടെ. സ്ത്രീയും പുരുഷനും അവർ ഒരുമിച്ച് വരുമ്പോൾ അപ്പോൾ ആ സ്വർഗീയ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനി, ആ സ്വർഗീയ സ്നേഹത്തിൽ നമ്മൾ ഒന്നായിത്തീരുന്നതിൻ്റെ ഒരു ചെറിയ സ്പാർക്ക്, ഒരു ചെറിയ മുന്നാസ്വാദനമാണ് ഈ വിവാഹത്തിലൂടെ സ്ത്രീയും പുരുഷനും ഒന്നായി അവർ ആ സ്നേഹം പങ്കിടുന്നത്. അപ്പോഴിവിടെ എന്താ സംഭവിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതൊരു മേഗാ മിസ്റ്ററിയാണ്. എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതാണ്, ഇതൊരു മേഗാ മിസ്റ്ററിയാണ്. ഈ സ്ത്രീയും പുരുഷനും അവർ വൺ ഫ്ലഷ് യൂണിയനായിത്തീരുന്നു വിവാഹത്തിലൂടെ. ഇതൊക്കെ നമുക്ക് നമ്മുടെ കോമൺ സെൻസിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഒരു ബന്ധത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പൗലോസ്ലീഹ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ക്രിസ്തു ദൈവം തന്നെ മനുഷ്യൻ്റെ രൂപമെടുത്ത് നമ്മളുമായി ഒന്നായി തീരാനായിട്ട് ഇൻകാർണേഷൻ്റെ പർപ്പസ് അതാണ്. അങ്ങനെയാണ് ക്രിസ്തു നമ്മളുടെ പാപങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ ഈ ലോകത്തിൻ്റെ സകല തിന്മകളും ആദ്യ പാപം മുതലുള്ള സകല പാപങ്ങളുടെ ശിക്ഷയും എല്ലാം ഏറ്റുവാങ്ങി അവിടുന്ന് വീണ്ടും നമ്മളുമായിട്ട് ഒന്നായിത്തീരുന്ന ഒരു സ്വർഗീയ വിവാഹത്തെക്കുറിച്ചാണ് ബൈബിളിൻ്റെ അവസാനം നമ്മൾ കാണുന്നത്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഒരു വിവാഹം, അതാണ് ഫൈനൽ പോയിൻ്റാണ് ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ
പിന്നെ ക്രിയേഷൻ്റെ ചരിത്രത്തിൻ്റെയൊക്കെ ഒരു ഫൈനൽ പോയിൻ്റാണ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവും ആ ഒരു സ്വർഗീയ വിവാഹവും. അപ്പോൾ അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് ആ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്, അതിൻ്റെ ഒരു സ്പാർക്കാണ്, ഒരു ചെറിയ ചെറിയ അംശമാണ്, ഒരു മുന്നാസ്വാദനമാണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വൺ ഫ്ലഷ് യൂണിയനും അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നതായ സന്തോഷവും ഒക്കെ നമ്മൾ പറയുമ്പോൾ. സാർ, അപ്പോൾ എനിക്കിപ്പം ഞാൻ പള്ളിയിൽ നടക്കുന്ന കല്യാണങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലോട്ട് വന്നൊരു കാര്യമാണ്. അതായത് വൈദികനോട് പറയുന്നുണ്ട്, ക്രിസ്തു സഭയെ മണവാട്ടിയായി സ്നേഹിച്ചതുപോലെ ഒരു വരൻ വധുവിനെ സ്നേഹിക്കണം എന്നുള്ള ഒരു വാക്ക് അവിടെ പുരോഹിതൻ പറയാറുണ്ട്. അത് പൗലോസ് ലീഹ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതും സഭ പഠിപ്പിക്കുന്നതുമാണ്. അതായത് നമ്മുടെ ഇറ്റേണൽ ബ്രൈഡ് ഗ്രൂമാണ് ക്രിസ്തു, സ്വർഗീയ മണവാളനാണ് ഇറ്റേണൽ ബ്രൈഡ് ഗ്രൂം, സഭയാകുന്ന മണവാട്ടി. അപ്പോൾ ഈ ഇറ്റേണൽ ബ്രൈഡ് ഗ്രൂമും ഈ സഭയാകുന്ന നമ്മളാകുന്ന മണവാട്ടിയും തമ്മിലുള്ള ഒരു വൺ ഫ്ലഷ് യൂണിയനാണ് നമ്മളുടെ ഫൈനൽ, നമ്മുടെ സ്വർഗമെന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, അത് എന്താണെന്ന് മതബോധന ഗ്രന്ഥം പറയുന്നത്, ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഇറ്റേണൽ എക്സ്ചേഞ്ച്, നിത്യതയിലുള്ള സ്നേഹത്തിൻ്റെ ഈ ഒരു വലിയ കൈമാറ്റം അവിടെ നിത്യതയിൽ നടന്നുകൊണ്ടിരിക്കുക. അതിലേക്കാണ് നമ്മൾ അങ്ങ് ചെല്ലുന്നത്. അത് പൗലോസ് ലീഹ പറഞ്ഞില്ലേ, കണ്ണുകൊണ്ട് നമുക്ക് കാണാനോ അല്ലെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ഇമാജിൻ ചെയ്യാനോ നമ്മുടെ സങ്കല്പത്തിൽ പോലും പറ്റാത്ത വിധത്തിലുള്ള ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ലവിലേക്കാണ് വി ആർ പ്ലഞ്ചിങ് ഇൻ ടു ഇറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്വർഗീയ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ആ വൺ ഫ്ലഷ് യൂണിയൻ നടക്കുമ്പോഴാണ് ശരിക്കും സ്നേഹത്തിൻ്റെ പൂർണ്ണത നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു മുന്നാസ്വാദനവും ഈ ലോകത്തിലെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്. ഇതിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി അവൻ്റെ ശരീരത്തിൽ കോംപ്ലിമെൻറ്റാരിറ്റി നേച്ചർ ഫീച്ചേഴ്സൊക്കെ കൊടുത്ത് അവനെ സ്ത്രീയും പുരുഷനുമായിട്ട് ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നതിൻ്റെ പെർപ്പസ് അതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ പറഞ്ഞതിൻ്റെ കാരണം, ഈ സ്നേഹം എങ്ങനെയാണ് ഇവർ കൈമാറുന്നത്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് 4 എലിമെൻ്റാണ് അതിലുള്ളത്. അതായത് ഫ്രീ, ഫെയ്ത്ത്ഫുൾ, ടോട്ടൽ, ഫ്രൂട്ട്ഫുൾ. അപ്പോൾ ഇത് ഞാൻ പല ക്ലാസ്സുകളിൽ എടുത്ത് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ 4 മാരേജ് വൗസാണ് ഒരു ക്രിസ്ത്യാനി, പ്രത്യേകിച്ച് കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഒരു സാക്രമെൻ്റൽ മാരേജിൽ എടുക്കുന്ന 4 വൗസാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ച ഈ 4 എലിമെൻ്റ്. അപ്പം അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ ആ ഡീറ്റെയിൽ വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം ശാലോമിലുണ്ടായിരുന്ന ആദ്യത്തെ ലെവലിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണ് എന്നുള്ളൊരു എപ്പിസോഡുണ്ട്. അതിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചത് ഈ 4 എലിമെൻ്റ്, ആ 4 എലിമെൻ്റാണ് ഒരു സാക്രമെൻ്റൽ മാരേജിൽ നമ്മൾ എടുക്കുന്ന വൗസ് എന്ന് പറയും. അപ്പോൾ ഫ്രീ, ഫെയ്ത്ത്ഫുൾ, ടോട്ടൽ, ഫ്രൂട്ട്ഫുൾ. അപ്പോൾ ഈ 4 എലിമെൻറ്റും ഒരുമിച്ച് വരുമ്പോഴാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നമുക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം സ്നേഹിക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഈ സ്നേഹത്തിന് പകരം ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. അപ്പം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയുണ്ടായി, സ്നേഹത്തിൻ്റെ വിപരീതം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് പോലെ ഹേറ്റ്രഡോ അല്ലെങ്കിൽ ലെസ്റ്റോ ഇതൊന്നുമല്ല. അതൊക്കെ അതിൻ്റെ ഒരു സബ് ഡിവിഷൻസ് ആണ്. പക്ഷേ എങ്കിൽ സ്നേഹത്തിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോൾ വേറൊരു വ്യക്തിയെ ഉപയോഗിക്കുന്നു, ആ അവസരങ്ങളിലെല്ലാം നമ്മൾ സ്നേഹത്തിന് എതിരായിട്ടുള്ള വലിയൊരു തിന്മയിലാണ് നമ്മൾ മുഴുകുന്നത്. നമ്മൾ കോൺട്രസെപ്റ്റീവ്സ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ അങ്ങനെ ഒരു ഉപയോഗം, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഇതിൽ പല എലിമെൻറ്റും നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പം
ടോട്ടൽ ഗിവിങ് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ഗിവിങ് ലവാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് ഒന്നും പിടിച്ചു വെക്കാതെയാണ് സ്നേഹിച്ചത്. അപ്പം ഭാര്യയും ഭർത്താവും പരസ്പരം യഥാർത്ഥ സ്നേഹമാണ് അവർ കൈമാറുന്നതെന്ന് വരികിൽ ഒരു സെൽഫ് എംപ്റ്റീയിങ് ലവാണ്. സെൽഫ് എംപ്റ്റീയിങ് ലവ് എന്ന് പറഞ്ഞാൽ ഒന്നും പിടിച്ചു വയ്ക്കാതെ ഒരാൾ മറ്റേ ആൾക്കെല്ലാം കൊടുക്കുന്നു. ആ ആളും ഒന്നും പിടിച്ചു വയ്ക്കാതെ വീണ്ടും ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. പലപ്പോഴും സ്നേഹം കണ്ടീഷൻഡ് ആവുന്നു. അപ്പൊ ഈ സ്നേഹത്തിന്റെ എക്സ്ചേഞ്ചിലാണ് ആ സമയം അത് ഒരു ഓപ്പൺ ടു ലൈഫ്, അതായത് ഒരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യതയെ നമ്മൾ ബ്ലോക്ക് ചെയ്യാതിരിക്കുമ്പോൾ അപ്പം എല്ലാ ആക്ഷനിലും കുഞ്ഞുണ്ടാകണമെന്നില്ല. ദൈവം സ്ത്രീയുടെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ കാൽക്കുലേറ്റീവായിട്ടാണ്. അവളുടെ സൈക്കിൾസും ഓവുലേഷൻ പീരീഡും ഒക്കെ ഇതൊന്നും മനുഷ്യൻ ആ ശരീരത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല. ദൈവത്തിൻ്റെ ഡിസൈനിലുള്ളതാണ് സ്ത്രീയുടെ ശരീരത്തിലുള്ള എല്ലാ പ്രത്യേകതകളും. അപ്പോൾ എല്ലാ ആക്ഷനും യൂണിയന് വേണ്ടിയിട്ടുള്ള എല്ലാ സെക്ഷൽ യൂണിയനും ഒരിക്കലും ഒരു കുഞ്ഞിൽ അവസാനിക്കത്തില്ല. അപ്പോൾ പലരും ചിന്തിക്കുന്നത് ഏത് സമയം ചെയ്താലും ഇല്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ അവർ തമ്മിലുള്ള സ്നേഹത്തിൽ ഈ ഒരു ബ്ലോക്ക്, കോൺട്രാസെപ്റ്റീവ് എന്നുള്ള ബ്ലോക്ക് ഇല്ല എങ്കിൽ അവർ ഈ സെൽഫ് ഗിവിങ് ലവാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. സെൽഫ് എംപ്റ്റീയിങ് ലവ്, അതാണ് റിയൽ സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ അതെ എല്ലാം മറന്ന് നമ്മെ തന്നെ കൊടുക്കുകയാണ് നമ്മൾ മറ്റേ വ്യക്തിക്ക്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മീ, ഇറ്റ് ഈസ് അബൌട്ട് ഓൾ യു. അപ്പം യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്, മതബോധന ഗ്രന്ഥം പറയുന്നത്, ടു വിൽ ദ ഗുഡ് ഓഫ് ദി അതർ പേഴ്സൺ. അപരൻ്റെ നന്മ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതുമാണ് യഥാർത്ഥ സ്നേഹം. അപ്പോഴെപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ നമ്മളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പരിശ്രമിക്കുമോ, അത് വിവാഹത്തിലാകാം, വിവാഹത്തിന് പുറത്താകാം, അവിടെയെല്ലാം നമ്മൾ ആ വ്യക്തിയുടെ ഡിഗ്നിറ്റിയെ ഒരു വസ്തു പോലെ കരുതുന്ന ഒരവസ്ഥയാണ്. അവിടെ നമ്മൾ ചെന്ന് നിൽക്കുന്ന ഒരു യൂസ് ആൻഡ് ത്രോ കൾച്ചറിലേക്ക്. യൂസ് ആൻഡ് ത്രോ കൾച്ചർ, അതാണ് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആൻറ്റി ലവ് ആക്ഷൻ. നമ്മൾ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കും. അപ്പം ഇത് വളരെ ഡെൻസ് ഒരു കോട്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ അവിടെ ഭാര്യയും ഭർത്താവും കോൺട്രാസെപ്റ്റീവ് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ഞാനത് സ്ട്രെസ് ചെയ്ത് പറയാൻ പോവുകയാണ്. അവിടെ യഥാർത്ഥ സ്നേഹമല്ല, അതിനു പകരം രണ്ടുപേരും സമ്മതിച്ചുകൊണ്ടാണെങ്കിൽ പോലും രണ്ടുപേരും പരസ്പരം ഉപയോഗിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാ പ്ലഷറും വേണം, പക്ഷേ ഞങ്ങൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ റെഡിയല്ല. നമ്മൾ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിച്ച് ഭാര്യയും ഭർത്താവും അവർ ഒന്നിച്ചു വരുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജിലൂടെ അവർ പറയുന്ന ഇതാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പക്ഷേ ഫുള്ളി അല്ല, കുറച്ച് ഞാൻ അവിടെ പിടിച്ചു വെച്ചിട്ടാണ് സ്നേഹം. അല്ല സാർ, അതിനകത്തെ ഒരു കാര്യമുള്ളത്, നമ്മൾ കല്യാണം കഴിച്ചു, നമ്മൾക്ക് ഭയങ്കര സ്നേഹമുണ്ട്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടം ഭയങ്കര എക്സ്പ്രസ്ഡ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഏത് ആക്ഷനും അതിൻ്റെ ഫുൾനെസ്സിൽ വരണമെങ്കിൽ, അതായത് ഒരു ഹ്യൂമൻ ആക്ട്, കാത്തലിക് എത്തിക്സ് അനുസരിച്ച് പറയുമ്പോൾ എനി ഹ്യൂമൻ ആക്ട് നമ്മൾ വിൽഫുള്ളി ചൂസ് ചെയ്യുന്നതിന് അതിനൊരു റെസ്പോൺസിബിൾ പാർട്ടും ഉണ്ട്. അത് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം തീരാറായി. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. കാരണം കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത് അത്രമേൽ ഇൻഡസ്ട്രികളെ അടക്കി ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇന്ന് പ്രാർത്ഥനയോട് കൂടി തന്നെ അവസാനിപ്പിക്കാം. സാർ ഒന്ന് പ്രാർത്ഥിച്ചാൽ. തീർച്ചയായിട്ടും. ഈശോയെ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ എപ്പിസോഡുകൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ്. കർത്താവേ, ഈ കോൺട്രാസെപ്റ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്ത് വളരെ നോർമലായിട്ട് ഇതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥവും ഒന്നും മനസ്സിലാക്കാതെ വിക്ടിംസ് ആയിട്ടുള്ള അനേകങ്ങൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട് നാഥ.
അവരെല്ലാം അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. കുറ്റബോധത്തിലേക്ക് പോകാതെ അങ്ങയുടെ മുമ്പിൽ ഒരു തുറന്ന മനസ്സോടുകൂടി അവരെല്ലാവരും അവരുടെ ദാമ്പത്യ ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ ദാനം അതിനുവേണ്ടി അവരുടെ ജീവിതത്തെ തുറന്നു വയ്ക്കുവാനും അങ്ങ് ഇടയാക്കി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ കോൺട്രാസെപ്റ്റീവ്സിന് വിക്ടിംസ് ആയിട്ടുള്ള എല്ലാ വ്യക്തികളെയും അവരുടെ ഹൃദയത്തെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. ഒരിക്കലും നിരാശയിലേക്കോ മറ്റ് തരത്തിലുള്ള ഒരു ചിന്തയിലേക്കോ പോകാതെ അങ്ങ് സ്നേഹം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ആ സ്നേഹഹൃദയത്തിലേക്ക് അവർ നോക്കുവാനും അങ്ങയുടെ സ്നേഹം ആവോളം അനുഭവിക്കുവാനും അങ്ങ് ഇടയാക്കി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളുടെയും പ്രത്യേക മധ്യസ്ഥയായിരുന്നു കൊണ്ട് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരുടെയും അതുപോലെ തന്നെ എല്ലാ മക്കളും അങ്ങയുടെ സ്നേഹത്തിൽ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് അമ്മ പ്രത്യേകമായിട്ട് മധ്യസ്ഥം യാചിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കോൺട്രാസെപ്റ്റീവ്സ് എന്ന വാക്കിനെയും കോൺട്രാസെപ്ഷൻ പിൽസിനെയും ഒക്കെ നാം പ്രൊമോട്ട് ചെയ്യുമ്പോൾ നാം എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഒരു യൂസ് ആൻഡ് ത്രോ കൾച്ചറിലാണ്. എന്നാൽ നാം നോക്കിക്കാണേണ്ടതും നാം എത്തേണ്ടതും യഥാർത്ഥ സ്നേഹത്തിലാണ്. ക്രിസ്തു സഭയെ ചേർത്ത് നിർത്തുന്ന പോലെ ഭാര്യയും ഭർത്താവും ഒന്ന് ചേർന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലെത്തുക എന്ന ലക്ഷ്യത്തിലാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഞാൻ ഉറപ്പായും പറയുന്നു, അടുത്ത എപ്പിസോഡിൽ നാം ഇതേപ്പറ്റി തന്നെ ചർച്ച ചെയ്യും. കോൺട്രാസെപ്റ്റീവ്സിന് എതിരെയുള്ള എല്ലാ യുദ്ധത്തിലും നമുക്ക് ഏർപ്പെടാം. യഥാർത്ഥ സ്നേഹത്തിലെത്താൻ നമുക്ക് ഏവർക്കും പ്രാർത്ഥനയിലായിരിക്കാം. മറക്കണ്ട, സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട ഇമെയിൽ അഡ്രസ് info@tobforlife.org.